UGC നെറ്റ് പരീക്ഷ റദ്ദാക്കി. ഇന്നലെ 2 ഘട്ടങ്ങളിലായി നടത്തിയ പരീക്ഷയാണ് റദ്ദാക്കിയത്. ക്രമക്കേട് നടന്നു എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സംഭവത്തിൽ അന്വേഷണം CBIക്ക് വിട്ടിട്ടുണ്ട്. പരീക്ഷയുടെ സുതാര്യത കാത്തുസൂക്ഷിക്കാനാണ് നടപടി എന്ന് UGC വ്യക്തമാക്കിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? UGC വ്യക്തമാക്കുന്നത് എന്താണ് ബൽറാം? റീജിത്ത്, നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾക്കിടെയാണ് UGC നടത്തുന്ന നെറ്റ് പരീക്ഷയും ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഇന്നലെ 2 ഘട്ടങ്ങളിലായി, രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമായി 2 പേപ്പറുകളിലായി നടത്തിയ UGC നെറ്റ് പരീക്ഷയാണ് റദ്ദാക്കുന്നതായി ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഈ പരീക്ഷയിലും പ്രഥമ ദൃഷ്ട്യാ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ സൈബർ ക്രൈം ത്രെറ്റ് അനലിറ്റിക്സ് യൂണിറ്റിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷ റദ്ദാക്കാനുള്ള തീരുമാനം UGC എടുത്തിരിക്കുന്നത്. പരീക്ഷയുടെ സുതാര്യതയും പരിപാവനതയും കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയാണ് റദ്ദാക്കൽ നടപടി എന്നാണ് UGC നൽകുന്ന വിശദീകരണം. ഈ സംഭവത്തിൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ലഭിച്ച പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. CBI ഉടൻ തന്നെ ഔദ്യോഗികമായി ഈ കേസ്, ഈ സംഭവം, പരീക്ഷയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ചുള്ള പ്രഥമ ദൃഷ്ടിയായുള്ള ഈ സംശയം അന്വേഷണം ഏറ്റെടുക്കുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. പ്രിജിത്ത്, ബൽറാം, ഈ ക്രമക്കേടുകൾ സംബന്ധിച്ച് ഏത് സ്വഭാവത്തിലുള്ള ക്രമക്കേടുകൾ, ഏത് തരത്തിലുള്ള ക്രമക്കേടുകൾ, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടോ? ആ റിപ്പോർട്ടിൽ ഇടം പിടിക്കുന്നത് എന്താണ്? UGC അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ ബൽറാം? റിജിത്ത്, UGCയുടെ തീരുമാനമായി തന്നെയാണ് ഇക്കാര്യം കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. PIB ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ പരീക്ഷ റദ്ദാക്കിയ വിവരം അറിയിപ്പായി നൽകിയിരിക്കുന്നത്. എന്നാൽ ഏത് തരത്തിലുള്ള ക്രമക്കേടാണ് നടന്നത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല. ഒപ്പം തന്നെ ഏതെങ്കിലും പരാതി ലഭിച്ചിട്ടുണ്ടോ, അതിന്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിലുള്ളൊരു അന്വേഷണം ഉണ്ടായത് എന്നുള്ള കാര്യവും ഇതുവരെയും അത്തരത്തിലുള്ള വ്യക്തതയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. നിലവിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇല്ല എന്നുള്ളതാണ്. പരാതികൾ ഒന്നും ലഭിച്ചതായി യാതൊരു തരത്തിലുള്ള റിപ്പോർട്ടുകളുമില്ല. എന്നാൽ ഇത്തരത്തിൽ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് എതിരായി ഉയർന്നു വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലം കൂടി ഇതിന് നിലനിൽക്കുന്നുണ്ട്. ഇത് നിലവിൽ UGC നെറ്റ് പരീക്ഷ ഓൺലൈനായി നടത്തുന്ന ഒരു പരീക്ഷയായതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അട്ടിമറിയോ ക്രമക്കേടോ നടന്നതായുള്ള പ്രാഥമികമായ വിവരമാണ് ലഭിക്കുന്നത്. ഇതിന്റെ സ്വഭാവം എന്ത് എന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ UGCയിൽ നിന്നും പങ്കുവയ്ക്കപ്പെടും വരുന്ന മണിക്കൂറുകളിൽ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരീക്ഷ റദ്ദാക്കാനുള്ള തീരുമാനം UGC തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് കേന്ദ്ര സർക്കാരിന് കീഴിൽ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ സൈബർ ക്രൈം ത്രെറ്റ് അനലിറ്റിക്സ് യൂണിറ്റിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷ റദ്ദാക്കുന്നത് എന്നാണ് UGC അറിയിക്കുന്നത്. ഇക്കാര്യത്തിൽ CBI ഉടൻ തന്നെ അന്വേഷണം ആരംഭിക്കും. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.